ഡിഫറൻഷിയേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു ടോപ്പിക് ആണ് നമ്മളുടെ ഇൻക്രീസിംഗ് ആൻഡ് ഡിക്രീസിംഗ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ അത് ഇൻക്രീസിംഗ് ആണോ അല്ലെങ്കിൽ ഡിക്രീസിംഗ് ആണോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കും, എന്തൊക്കെയാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇതിനെപ്പറ്റി ഒന്ന് പെട്ടെന്ന് പറഞ്ഞുതരാം. ഒരു ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആണോ ഡിക്രീസിംഗ് ആണോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി, ആദ്യം ആ ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, അതായത് അതിന്റെ എഫ് ഡാഷ് ഓഫ് എക്സ് നമ്മൾ കണ്ടുപിടിക്കുക. ഈ 4 കണ്ടീഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 മാത്രമാണെങ്കിൽ ആ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആണ്. അതിനെന്തില്ല, ഈക്വൽ ടു എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇല്ല. എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ, ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഇറ്റ് സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇറ്റ് ഈസ് ഇൻക്രീസിംഗ്. അവിടെ നമ്മൾ ഈക്വൽ ടു സൈൻ വന്നതുകൊണ്ട് തന്നെ ഇൻക്രീസിംഗ്. ഇനി എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇറ്റ് ഈസ് സ്ട്രിക്ട്ലി ഡിക്രീസിംഗ്. ലെസ് ദാൻ മാത്രമാണെങ്കിൽ നമുക്ക് പറയാം സ്ട്രിക്ട്ലി ഡിക്രീസിംഗ്. ഇനി എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇറ്റ് ഈസ് ഡിക്രീസിംഗ് ഓൺലി. ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഡിക്രീസിംഗ്, ലെസ് ദാൻ എന്ന് മാത്രമാണെങ്കിൽ സ്ട്രിക്ട്ലി ഡിക്രീസിംഗ്. അപ്പോൾ ഈ ഒരു 4 കണ്ടീഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാമെങ്കിൽ ഏതൊരു ഫംഗ്ഷൻ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാലും കൃത്യമായിട്ട് അത് ഇൻക്രീസിംഗ് ആണോ സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആണോ ഡിക്രീസിംഗ് ആണോ സ്ട്രിക്ട്ലി ഡിക്രീസിംഗ് ആണോ എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയാനായിട്ട് സാധിക്കും.